ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ കാസർഗോഡ് ഭാഗത്ത് ഫേമസ് ആയിട്ടുള്ള കുറച്ച് സ്നാക്കാണ് ഇന്നിവിടെ കാണിക്കുന്നത്. പെരുന്നാളിൻ്റെ സമയത്താണ് അധികം ഉണ്ടാക്കുന്നത്. ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാനും പറ്റുന്ന ഒരു സ്നാക്ക്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ക്രിസ്പി ആയിട്ടുള്ള വാട്ടുപത്തലാണിത്. പെരുന്നാളിൻ്റെ സമയത്ത് നമ്മുടെ കാസർഗോഡ് ഭാഗത്തൊക്കെ ഇതുപോലെ ഒരുപാട് സ്നാക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിലുള്ള ഒന്നാണിത്. വാട്ടുപത്തൽ, ചട്ടിപ്പത്തൽ എന്നൊക്കെ പറയും ഇതിന്. സ്നാക്കാണ് ഈ ഒരു വാട്ടുപത്തൽ. അപ്പോൾ അതിനായിട്ട് ഞാൻ അതിവിടെ തേങ്ങ ഇതുപോലെ ഒന്ന് ചിരണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഇതായിട്ട് തെളുപ്പായിട്ട് കനം കുറഞ്ഞിട്ടാണ് നമുക്കിത് വേണ്ടത്. നമ്മൾ തേങ്ങക്കൊത്തൽ പോലെ ആക്കുന്നത്. പക്ഷെ അത്രയും തടിയിൽ വേണ്ട, ചെറിയ ഇതിലാണ് നമ്മൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ മാറ്റി വെക്കാം. ഇനി നമുക്ക് 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതും ഇങ്ങനെ മാറ്റി വെക്കാം. അപ്പോൾ അത് കുതിർത്ത് വെച്ചതാണ് കേട്ടോ. തലേ ദിവസം തന്നെ കുതിർത്ത് വെച്ച പച്ചരിയാണ്. ഇനി ഇതാ കുറച്ചും കൂടെ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 1 കപ്പ് തേങ്ങയുണ്ട്, 1 മുറി തേങ്ങയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് പാലെടുക്കാൻ വേണ്ടിയിട്ടാണ്, തേങ്ങാപ്പാലെടുക്കുക. അപ്പോൾ മിക്സിയിലേക്ക് ഇട്ട് നമുക്കിതിൽ ആവശ്യമായ വെള്ളം ഒഴിച്ച് നന്നായി അരച്ച് ഒന്ന് തേങ്ങാപ്പാലെടുക്കാം. അപ്പോൾ ഇതാ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കട്ടിയായ തേങ്ങാപ്പാലാണ് കേട്ടോ ഇത്. ഇനി ഇതാ അരി നമ്മൾ കഴുകി ഊറ്റി വെച്ച അരി നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പച്ചരിയാണ് നമ്മൾ ഈ സ്നാക്കിന് വേണ്ടത്. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 മുട്ടയാണ് ആവശ്യം. 1 കപ്പ് പച്ചരിക്ക് 1 മുട്ട, അങ്ങനെയാണ് കേട്ടോ കണക്ക്. ഇനി നമ്മൾ എടുത്ത് വെച്ച് തേങ്ങാപ്പാലിൽ നിന്ന് 1 കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടാണ് അരക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്നാക്കിന് പാകത്തിന് ഉപ്പ് വേണം, ഉപ്പ് കുറയാൻ പാടില്ല. ഉപ്പ് കറക്റ്റ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം. അപ്പോൾ അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം അരയണം കേട്ടോ. നല്ല മൈ പോലെ അരിഞ്ഞിട്ട് കിട്ടണം. തരിയൊന്നും ഇല്ലാതെ നല്ലോണം അരയണം. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് ലൂസിലാണല്ലോ ഉള്ളത്. നമുക്കിതൊന്ന് കട്ടിയാക്കി എടുക്കാൻ ഞാനിവിടെ കുറച്ച് പത്തിരിപ്പൊടി, നമ്മളെ പത്തലിപ്പൊടി ഉണ്ടല്ലോ, ആ പൊടിയിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇടാം. ഞാനിവിടെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഫുള്ളായിട്ട് ഇടുന്നില്ല, കുറച്ചെടുത്തിട്ട് ഞാനിത് മിക്സ് ആക്കുന്നത്. സാധാരണ ഇപ്പോൾ എല്ലാവരും പുതുക്കിയിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പുതുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പത്തിരി പൊടി തന്നെ ഇതിലിട്ടൊന്ന് കുഴച്ചെടുത്താൽ നല്ല പാകത്തിനായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ചെടുത്ത് നമുക്കിത് ഇതുപോലെ മിക്സാക്കി കഴിഞ്ഞാൽ തന്നെ അതാ കറക്റ്റായിട്ട് തന്നെ കിട്ടും. 3/4 കപ്പ് പത്തൽപ്പൊടിയാണ് കേട്ടോ നമ്മളിതിൽ നേരത്തെ ചേർത്തത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ എള്ളൊക്കെ ചേർക്കാറുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കറുത്ത എള്ളാണ് ചേർക്കേണ്ടത്. അപ്പോൾ കറുത്ത എള്ള എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ വെളുത്ത എള്ളാണ് ഇവിടെ ചേർക്കുന്നത്. അപ്പോൾ ഇത് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല തന്നെ കുഴച്ചെടുക്കാം. നമ്മൾ പത്തലൊക്കെ കുഴക്കുന്ന ആ ഒരു കട്ടിയിൽ തന്നെയാണ് കേട്ടോ കുഴക്കുന്നത്. അപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ട് നമ്മൾ ചെറിയ ഉരുളക്കലാക്കി എടുക്കാം. അപ്പോൾ വാട്ടുപത്തൽ കാണാൻ ഭംഗി ചെറിയതാണ്. അപ്പോൾ ചെറിയ സൈസ് തന്നെ ആക്കിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാലൊക്കെ കൂടുതൽ ചേർത്താലാണ് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പോൾ അതാ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രസ്സിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നല്ലോണം തിന്നാക്കുന്നില്ല, ചെറിയൊരു തടിയിലാണ് ഞാൻ പരത്തുന്നത്. അപ്പോൾ നല്ലോണം തിന്നാക്കിയാൽ പപ്പടം പോലെ ആയിപ്പോവും. അപ്പോൾ അതാ ഞാനിവിടെ പരത്തിയിട്ട് കുറച്ച് ഇത് തുണിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരിക്കൽ തന്നെ നമുക്ക് കൂടുതൽ ഇട്ട് പൊരിച്ചെടുക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ അടുത്തത് പരത്തും. അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ എല്ലാം ചൂടായ എണ്ണയിലേക്കിട്ട് തിരിച്ചു മറിച്ച് വിട്ട് നല്ലൊരു കളറാവുന്നവരെ പൊരിച്ചെടുക്കണം. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിടാം. അപ്പോൾ ഒരു സൈഡ് നല്ലൊരു കളറായ സമയത്ത് നമുക്കിത് തിരിച്ചിട്ടുകൊണ്ടിരിക്കാം. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും ഒരുപോലത്തെ കളറാകുന്നത് വരെ നമ്മളിത് ഇങ്ങനെ പൊരിച്ചെടുക്കണം. നടുഭാഗത്ത് കളറ് മാറിയിട്ടില്ലെങ്കിൽ അത് നമ്മൾ എടുക്കാൻ പാടില്ല. അങ്ങനത്തേതാണെങ്കിൽ പെട്ടെന്ന് ഇത് നളുത്തു പോവും. അപ്പോൾ എല്ലാ സൈഡും ഒരേ കളറായെങ്കിലാണ് നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡി ആവുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമുക്കിതാ കൊട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. കൊട്ടയപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ അതിനായിട്ട് ഇതാ 4 മുട്ട എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി ഇതിലോട്ട് നമുക്കിതാ ഷുഗറാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. 1 കപ്പ് ഷുഗർ ചേർത്തിട്ടുണ്ട്. അതുപോലെ കുറച്ചൊരു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. ഈ ഒരു പഞ്ചസാരയൊക്കെ നന്നായിട്ട് അരിഞ്ഞ് കിട്ടണം. അത്ര മാത്രമാണ് കേട്ടോ. ഇനി ഇതാ നമുക്ക് മൈദയാണ് ആവശ്യം. 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് ഒരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഒരു 5 ടേബിൾ സ്പൂൺ 6 ടേബിൾ സ്പൂണോളം നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് മിക്സാക്കി എടുക്കാം. നല്ല ഈസിയാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാനും പറ്റും. നമ്മൾ ഗൾഫിലൊക്കെ കൊടുത്തു വിടാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചു വെച്ച മുട്ടേൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കൈ കൊണ്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മളിത് കുഴക്കാൻ വേണ്ടി വേറെ വെള്ളമൊന്നും ഉപയോഗിക്കുന്നില്ല. ഈ ഒരു മുട്ടയുടെ മിക്സ് കൊണ്ട് മാത്രമാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. നല്ല ടൈറ്റായിട്ടുള്ള ഒരു മാവാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ചപ്പാത്തി മാവ് പോലെ അത്ര ഹാർഡല്ല, എന്നാൽ നല്ല സോഫ്റ്റും അല്ല. ആ ഒരു രീതിയിൽ ഇതാ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കൊന്ന് പരത്തിയെടുക്കാം. പരത്തുന്നത് ഈസി ആയിട്ട് തോന്നിയത് നമ്മൾ ഈ ഒരു പ്രസ്സിൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. കൈ കൊണ്ട് പ്രസ് ചെയ്താൽ പരത്തിയെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ നന്നായി പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് തിന്നാക്കി പരത്താൻ പാടില്ല. കുറച്ച് തടിയിൽ തന്നെയാണ് നമ്മളിത് പരത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ പരത്തിയതിന് ശേഷം നമ്മളിതിന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് തിന്നാക്കാതെ കുറച്ച് തടിയിൽ തന്നെയാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. പരത്തുന്ന സമയത്ത് നമ്മൾ പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇതുപോലെ തന്നെ പരത്തിയെടുക്കുക. ഇനി ഒരു ക്യാപ്പ് കൊണ്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കുക. ഈസിയാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാൻ. കുട്ടികൾക്ക് ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അവർക്കും നല്ല ഇഷ്ടമാവും. കാരണം ഈ ഒരു ഷേപ്പ് തന്നെ നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുക. ആദ്യത്തെ 2 നമുക്ക് ആ ഒരു വിചാരിച്ച ഷേപ്പ് കിട്ടില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു ഷേപ്പായിട്ടും കിട്ടും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം കട്ട് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടത്. ഇനി ചൂടായ എണ്ണയിലേക്കിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നല്ലോണം ചൂടാവാതെ ഒരു മീഡിയം ചൂടിൻ്റെ സമയത്ത് നമ്മൾ ഇത് ഓരോന്നിട്ട് പൊരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് കളറാവാൻ നിൽക്കുന്നില്ല. നമ്മളിത് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്ത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് തിരിച്ചു മറിച്ച് വിട്ടതിന് ശേഷം കുറച്ച് ചെറിയൊരു കളറ് മാറുന്ന സമയത്ത് നമ്മളിത് കോരിയെടുക്കണം. കാരണം നമ്മളിത് പുറത്ത് വെക്കുന്ന സമയത്ത് വീണ്ടും കളറ് മാറി നല്ലോണം കരിഞ്ഞ പോലെ തോന്നിക്കും. അപ്പോൾ ചെറിയതായിട്ട് കളറ് മാറുന്ന സമയത്ത് നമ്മളിത് കോരിയെടുക്കാം. നല്ല ഈസിയായ ഒരു സ്നാക്കാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. കറുമുറ കടിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിനടുത്തത് നമുക്ക് കടലയപ്പം നോക്കിയാലോ. കടല കാച്ചത്, കടലപ്പം, വെള കാച്ചത് അങ്ങനെയെല്ലാം പറയാറുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. വൈകുന്നേരം ചായയുടെ കൂടെ വെറുതെ ഇങ്ങനെ കഴിക്കാനും കൊതിക്കാനും നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല കറുമുറ എന്നുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മളിതാ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരി 1.5 കപ്പ് ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഇത് നന്നായി കുതിർത്തെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഊറ്റിയെടുത്തതിന് ശേഷം ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് നല്ല കുതിർന്ന് കിട്ടിയ പച്ചരി ആകുമ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടും കിട്ടും. അപ്പോൾ ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഇവിടെ തേങ്ങപ്പാലാണ്. നല്ല കട്ടിയായിട്ടുള്ള തേങ്ങപ്പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അരമുറി തേങ്ങപ്പാലാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് ഒഴിച്ചില്ല, നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി മുട്ടയാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 2 നുള്ളോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഇത് 1/2 ടീസ്പൂണിലും കുറച്ച് കുറവായിട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര വേണമെന്ന് നിർബന്ധമില്ല, ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പഞ്ചസാരയും കൂടി ചേർത്താൽ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മാത്രമാണ് ചേർത്തത്. അത് നമ്മൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. എന്നിട്ട് നന്നായിട്ട് അടിച്ച് നല്ല സ്മൂത്തായിട്ട് നല്ല തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ അടിച്ച് ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല ലൂസായിട്ടാണ് വേണ്ടത്, നല്ലോണം കട്ട് ചെയ്യാൻ പാടില്ല. ഈ ഒരു രീതി കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പോളം പാലാണ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് ഈ ഒരു കടലയാണ്. ഇത് പൊട്ടുകടല എന്നെല്ലാം പറയുന്ന ആ ഒരു കടലയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപ്പാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റും, ഇത് വേവിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു കടല കൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ മാറ്റി വെക്കുക, ഒന്നിച്ചിടണ്ട. ഞാനിവിടെ 1/2 കിലോളം
കടല എടുത്തിട്ടുണ്ട്, അതുപോലെ മാവ് എടുത്തിട്ടുണ്ട്. മാവ് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് മാറ്റി വെക്കാം. നമ്മൾ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുന്ന സമയത്ത് ഈ മാവ് ഇതിലേക്ക് പാത്രത്തിലേക്ക് ഒഴിച്ച് അതിനനുസരിച്ചിട്ടുള്ള കടലയും ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരുപാട് കട്ടിയായിട്ടുള്ള മാവാവാൻ പാടില്ല കേട്ടോ. കുറച്ച് ലൂസായിട്ടുള്ള നമ്മൾ ദോശയൊക്കെ ചുടുന്ന ആ ഒരു ടൈപ്പുള്ള മാവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് ഒരു പ്രാവശ്യം ഇടേണ്ട കടല മാത്രമേ അതിലിടാവൂ. ഫുള്ളായിട്ട് നമ്മൾ ഇടാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ക്രിസ്പിനെസ് പോവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളിതാ ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല മണിയായിട്ട് നിൽക്കും. ആ ഒരു രീതിയിലാണ് വേണ്ടത്. അപ്പോൾ ചിലതൊക്കെ കട്ടിയായിട്ടുണ്ടാവും, പ്രശ്നമില്ല. നമ്മളിത് വെന്ത് കഴിഞ്ഞാൽ അത് നമുക്ക് സെപ്പറേറ്റ് ആക്കാനും പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ഇനി ഇത് ഒരു ഭാഗത്ത് ഒരു നല്ല ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നല്ലോണം കളർ മാറാൻ നിൽക്കണ്ട, ചെറുതായിട്ടൊന്ന് കളർ മാറുന്ന സമയത്ത് തന്നെ തിരിച്ചിട്ട് കൊടുക്കണം. കൂടുതൽ കളർ മാറാൻ നിന്നാൽ കരിഞ്ഞു പോകുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കളർ ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു സൈഡും നല്ല കളർ മാറുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഒരുപാട് കളർ മാറാൻ നിൽക്കണ്ട കേട്ടോ. നമ്മളിത് ഫ്രൈ ചെയ്ത് കോരിയെടുത്ത് കഴിഞ്ഞാൽ തന്നെ ഒന്നുകൂടെ കളർ മാറും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമുക്കെടുക്കാം. നല്ല ക്രിസ്പിയും ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. കൊട്ടയപ്പം, വാട്ടുപത്തൽ, പൊരിയപ്പം ഇതൊക്കെ അതിൽ പെട്ട് തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റും നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ് ഇതൊക്കെ. പെരുന്നാളപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഏലക്കയാണ് എടുത്തിട്ടുള്ളത്. 6 ഏലക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയിൽ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി പൊടിച്ചെടുക്കാം. നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വലിയൊരു പാത്രത്തിലേക്ക് മുട്ടയാണ് ചേർക്കാനുള്ളത്. അപ്പോൾ 5 മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 5 മുട്ടയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂണ് കൊണ്ടോ വിസ്ക് കൊണ്ടോ ഇതുപോലെ നന്നായി മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്നും ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. അപ്പോൾ ഇതാ നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയാണിത്. അപ്പോൾ പഞ്ചസാരയും ഇട്ട് നന്നായി മിക്സാക്കി എടുക്കാം. നന്നായി മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത് നമുക്ക് അലിയുന്ന വരെ നമുക്കിത് മിക്സാക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് പൊടിച്ച് വെച്ച പഞ്ചസാര ആയതുകൊണ്ട് പെട്ടെന്ന് മിക്സായി കിട്ടും. ഇനി നമ്മൾ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. 4 കപ്പ് മൈദയാണിത്. അപ്പം അതിൽ നിന്ന് കുറേശ്ശെയായി നമ്മുടെ ഈ മുട്ടയിലേക്കിട്ട് നമുക്കിതുപോലെ മിക്സാക്കി എടുക്കാം. മൈദ ഇട്ട് നന്നായി മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ കൈകൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നന്നായി മിക്സാക്കി എടുക്കാനും കുഴച്ചെടുക്കാനും നല്ലത്. 5 മുട്ടയ്ക്ക് 4 കപ്പ് കറക്റ്റ് അളവാണ്. അപ്പോൾ അതുപോലെ നന്നായി മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൈദ എല്ലാം ഇട്ട ശേഷം നമുക്കിതിലേക്ക് ഇനി നെയ്യാണ് ആവശ്യം. അപ്പോൾ നെയ്യും കൂടി ചേർത്ത് ഇതുപോലെ നന്നായി മിക്സാക്കി കൊടുക്കാം. നമ്മുടെ ഈ ഒരു സ്നാക്കിന് നെയ്യ് കൂടിയത്ര നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു സോഫ്റ്റും ഉണ്ടാവുന്നത്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നന്നായി മിക്സാക്കി എടുക്കാം. നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്സാക്കുന്ന സമയത്ത് കയ്യിലേക്ക് കുറച്ച് ഒട്ടുന്നത് പോലെ തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ മൈദ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് ഉറപ്പാവാൻ പാടില്ല, കുറച്ചൊന്ന് ഇതുപോലെ തന്നെയാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ചപ്പാത്തി മാവ് പോലെ അത്രയും ഹാർഡാവണ്ട, കുറച്ചൊന്ന് നല്ല സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടത്. ഇനി ഞാനിതിൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടെ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ഇത് ഒരുപാട് സമയം എടുത്ത് വെക്കണമെന്നൊന്നുമില്ല, കുഴച്ച് വെച്ച ഉടനെ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇത് നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം 2 ബോൾസാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നല്ലോണം തിന്നാക്കണ്ട, കുറച്ച് തടിയിൽ തന്നെയാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഷോപ്പിലെല്ലാം കിട്ടുന്ന പോലത്തെ ആ ഒരു കേക്ക് ഉണ്ടല്ലോ, വെട്ട് കേക്കെല്ലാം പോലെ, അതുപോലത്തെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ്, പുറമേക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ ഈ ഒരു തടിയിലായ സമയത്ത് ഞാനിതുപോലെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ എണ്ണ നല്ല മീഡിയം ചൂടായിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഭാഗം നല്ലൊരു ക്രിസ്പിയും നല്ലൊരു ഇതായ സമയത്ത്, വെന്ത സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് കളറ് മാറാൻ നിൽക്കുന്നില്ല, ചെറിയതായിട്ട് ലൈറ്റ് ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമ്മൾ കോരിയെടുക്കും. അപ്പോൾ അങ്ങനെ ആയാൽ മതി. ഒരുപാട് കളർ മാറിക്കഴിഞ്ഞാൽ നമ്മൾ കോരിയെടുക്കുന്ന സമയത്ത് വീണ്ടും കരിഞ്ഞ പോലെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് കോരിയെടുക്കാം.
അപ്പോൾ നല്ല ടേസ്റ്റും നല്ല ക്രിസ്പിയും ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരുപാട് സ്നാക്കാണ് ഇന്ന് ഇവിടെ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഒരുപാട് സ്നാക്ക് ഉണ്ട് കാസർഗോഡ് ഭാഗത്ത്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.